ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണാണ് കൊച്ചിക്കോയ. കൊച്ചിക്കോയ ഉണ്ടാക്കണത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കണത് കേട്ടോ. കാക്ക അങ്ങ് ദുബായിൽ നിന്ന് എനിക്ക് കുറച്ച് വീഡിയോ ഇട്ടത് കണ്ടപ്പോൾ എന്തോ പഴത്തിനെ കൊണ്ടുള്ള എന്തോ ഒരു ഐറ്റം ഉണ്ടാക്കണേ. അപ്പം തന്നെ ഞാൻ ഓനെ വിളിച്ചു നോക്കി ഇതെന്താണ് സാധനം എന്ന്. അപ്പോഴാണ് ഓൻ പറയുന്നത് കൊച്ചിക്കോയാണ്. ഞാൻ കണ്ടന്റ് ഒന്നും ഇല്ലായിട്ട് ഞാൻ അങ്ങനെ ഓനോട് പറഞ്ഞു എനിക്കൊരു കണ്ടന്റും ഇല്ല, അവിടെ നിന്ന് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇട്ടരേണ്ടിയെന്ന്. അപ്പോൾ ഓൻ്റെ ഒരു ആത്മാർത്ഥത പോയി ഓൻ അങ്ങോട്ട് ഇട്ടെന്ന്. പിന്നെ ഞാനൊന്നും നോക്കില്ല, ഞാൻ വേഗമായിട്ട് എഡിറ്റ് ചെയ്യാൻ കുത്തിയിരുന്നപ്പോഴല്ലേ ഓൻ്റെ കഴിവൊക്കെ എനിക്കായിട്ട് മനസ്സിലായി. വലിയൊരു ഷെഫായി മാറിപ്പോനെ. പണ്ട് അടുക്കളയിൽ കയറിയിട്ട് ഒരു ബുൾസൈ പോലും ഉണ്ടാക്കാൻ അറിയാത്ത ചെക്കനെയ്യേ ഇപ്പം വലിയൊരു ഷെഫായി. ഇപ്പോൾ കൊച്ചിക്കോയാറിന് ഐറ്റം വരെ ഉണ്ടാക്കാനായി. ഓൻ ഉണ്ടാക്കണുണ്ടെങ്കിലായിരിക്കും ഓൻ്റെ സ്വന്തം റെസിപ്പിയാണ്. അല്ല കുറച്ച് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും ഓൻ്റെ സ്വന്തം റെസിപ്പിയാണോ അല്ലേന്ന്. ഓനിതൊക്കെ ആരോ പറഞ്ഞു കൊടുക്കാണ്. കണ്ടില്ലേ, ഫോൺ വെച്ച് നോക്കിയിട്ടാണോ ഓൻ ഉണ്ടാക്കണത്. കണ്ടാൽ വലിയ ഷെഫുമാർ ചെയ്യുമ്പോഴൊക്കെ ചെയ്യണത് എന്താണോ ആ വീഡിയോയിലുള്ള അതേപോലെ തന്നെ ചെയ്യുന്നുണ്ട്. പാവണ്ട് ഉണ്ടായേരെ ഉള്ളിയൊന്നും അരിഞ്ഞിട്ട് ഓന് ശീലല്ലേ, കണ്ണിന്നൊക്കെ വെള്ളം വരുന്നുണ്ടില്ലേ. ഞാൻ വിചാരിച്ചു ഓ മാത്രമാണ് ഇതിൽ ഷെഫ് എന്നല്ല, ഇതിൽ വേറെയും കുറേ ഷെഫുമാരൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓല മുഖത്തൊക്കെ പൊലിവുകൾ കാണണം. എന്താ സന്തോഷം. ഓനോട് പറഞ്ഞാൽ ഇതിൽ ഞാനാണ് മെയിൻ ഷെഫ് എന്നാ, ബാക്കിയുള്ളവരൊക്കെ എൻ്റെ അസിസ്റ്റൻ്റ് എന്നാ. പടച്ചോനറിയാം ഓൻ തന്നെയാണ് ഇതിലെ മെയിൻ ഷെഫ് അതോ വേറെ ആരെങ്കിലും ആണോ എന്ന്. എന്തായാലും വേണ്ടിയില്ല, അവൻ കുറേ പാലൊക്കെ ഒഴിക്കുന്നുണ്ട്. ഇതൊക്കെ കറക്റ്റ് അതിൽ കൊയ്ക്കാനുള്ള തന്നെ ആയിരിക്കും. എന്തായാലും അവൻ കുറേ ഒഴിക്കണ കാണുന്നുണ്ട്. അങ്ങനെ പാലൂടിയായിട്ട് ഒഴിച്ചപ്പോൾ ഓരോ കൊച്ചിക്കോയ റെഡി ആയി എന്നാണ് തോന്നുന്നത്. ഫുൾ ഓൻ്റെ ഇളക്കൽ കണ്ടപ്പോഴേക്ക് തോന്നുന്നത് മൊത്തം പരിപാടി കഴിഞ്ഞില്ല. ലാസ്റ്റ് വരെ എന്താ അവിലൊക്കെ ഇട്ടിട്ട് എന്തുള്ള പരിപാടി. സാകളെ കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.